ചേട്ടാ നോട്ട്ബുക്ക് ഉണ്ടോ? നോട്ട്ബുക്ക് ഏതാ ഉള്ളേ? ക്ലാസ്മേറ്റിൻ്റെ ഉണ്ട്, പേപ്പർ കിഡിൻ്റെ ഉണ്ട്. എന്താ വില ക്ലാസ്മേറ്റ്? ക്ലാസ്മേറ്റ് ഒരു ബുക്കിന് 60 രൂപ. 10 എണ്ണം വേണം. എന്ത് വില? 10 എണ്ണം 600. എടുത്ത് നല്ല വിലയല്ലേ? ക്വാളിറ്റി ബുക്സ് ആണ്. ക്യാഷ് ആണോ ഗൂഗിൾ പേ ആണോ? ഗൂഗിൾ പേ. ഇതിലേക്ക് അയച്ചാൽ മതി. അതിലേക്ക് അയച്ചാൽ മതി. സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്. നോട്ട് പുസ്തകങ്ങൾക്ക് തീ പിടിച്ച വിലയാണ്. നിർധനരായ കുടുംബങ്ങൾ നട്ടം തിരിയുകയാണ്. ഇതിന് എന്തുണ്ട് പരിഹാരം? തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ഈ പുസ്തകങ്ങൾ നിർമ്മിക്കുന്നത്. മോളെ, എന്തിനാണ് ഈ പുസ്തകങ്ങൾ ഉണ്ടാക്കുന്നത്? നമ്മുടെ സ്കൂളിൽ സാമ്പത്തികമായിട്ട് പിന്നോട്ടുള്ള കുറച്ച് കുട്ടികൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഈ ബുക്ക് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത്. എത്ര പുസ്തകം ഉണ്ടാക്കുന്നുണ്ട്? ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷം 500ഓളം ബുക്കുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വർഷം 500ഓളം ബുക്കുകൾ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പുറത്ത് ശ്രീചിത്ര ഹോം അങ്ങനെയുള്ള പുവർ ഹോമുകളിലേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. ഈ പദ്ധതി എങ്ങനെ ഞങ്ങളെ മനസ്സിലൊക്കെ തോന്നിയത്? നമ്മൾ കുറച്ച് ക്രാഫ്റ്റൊക്കെ മുമ്പ് സീനിയേഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതുവഴിയാണ് സീനിയേഴ്സ് പറഞ്ഞ് ഇങ്ങനെ പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞത്. നമ്മുടെ SPCC ടീച്ചേഴ്സൊക്കെയാണ് ഇതൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ PTA ഇതിൽ നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സീനിയേഴ്സാണ് ഇത് നമുക്ക് ചെയ്തു തന്നത്. ഈ മെറ്റീരിയലൊക്കെ എങ്ങനെ വാങ്ങാം? അതിനൊക്കെ ആരാ സഹായിച്ചത്? അത് PTA അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള പാരൻസിൻ്റെ ഫണ്ട്, അങ്ങനെ എല്ലാ ഫണ്ടും ഒന്നിച്ചാണ് നമ്മൾ പേപ്പർ ആയാലും അതുപോലെ എല്ലാം വാങ്ങി. ഇത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും താല്പര്യം, നിങ്ങളെ വീട്ടുകാർക്കൊക്കെ? താല്പര്യം ഉണ്ടായിരുന്നു, എല്ലാവരും സഹകരിച്ചു. പിന്നെ ഇത് വെക്കേഷൻ ആണല്ലോ, വെക്കേഷൻ സമയത്താണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പം പലരും ഇപ്പോൾ കളിക്കുക, പല ബന്ധു വീടുകളിലൊക്കെ പോവുക. അപ്പം നിങ്ങൾക്കിത് ചെയ്യുമ്പോൾ എന്താ തോന്നുന്നത്? ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നമ്മുടെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് അത് നമ്മൾ ചെയ്യും. എനിക്ക് അത് തന്നെ, അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. ഫോണൊക്കെ വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാവുന്നുണ്ട്. എങ്ങനെ? അത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതാണ് നമ്മുടെ ലക്ഷ്യം, പാവപ്പെട്ട കുട്ടികളെ സഹായിക്കുക എന്നുള്ള അധ്യാപകരുടെ ഭാഗത്തു നിന്നൊക്കെ എങ്ങനെയാണ്? അധ്യാപകരുടെ ഭാഗത്തുനിന്ന് നല്ല അഭിപ്രായങ്ങളാണ്. നമ്മളിത് ചെയ്യുന്നതുകൊണ്ട് അവർക്കും ഒരു പ്രൗഡാണ്. അവർക്ക് നമ്മൾ ഇത്രയും നല്ല കാര്യമല്ലേ ചെയ്യുന്നത്, സോ അവർക്ക് നല്ല പ്രൗഡാണ്. കുട്ടികളിൽ തന്നെ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനം നന്മ ചെയ്യണമെന്നുള്ള കുട്ടികളുടെ മനസ്സിൽ വീണ്ടും ഇതുപോലെ ചെയ്യണമെന്നുള്ള ഒരു തോന്നൽ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയും കൂടെയാണ് ഈ സംരംഭം. വിദ്യാഭ്യാസം എന്നത് പാഠപുസ്തകങ്ങളിലെ അക്ഷരങ്ങൾ മാത്രമല്ല, മറിച്ച് ഇത്തരം കൂട്ടായ്മകളും നന്മകളുമൊക്കെ ചേരുമ്പോഴാണ് വിദ്യാഭ്യാസത്തിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നത് എന്ന് ഈ ഇവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്ട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.